വിശ്വാസം വളർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ഈ ബൈബിളിലെ വചനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തയ്യാറാവണം. ബൈബിൾ വചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ പലതും മനസ്സിലാകണമെന്നില്ല. പക്ഷെ 2-ാം പ്രാവശ്യം കേൾക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാകും. 3-ാം പ്രാവശ്യം ആ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാകും. അങ്ങനെ പലതവണ ഒരേ പ്രസംഗം തന്നെ, ഒരേ വചനം തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ്, വിശ്വാസം ശക്തിയോടുകൂടെ വർദ്ധിക്കുന്നത്, വളരുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ പറ്റും. ആ വിശ്വാസത്തിന്റെ വർധനവ് നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒരു രോഗത്തെ നമ്മൾ പേടിക്കില്ല, ഒരു വ്യാധിയെ നമ്മൾ പേടിക്കില്ല, ഒരു പ്രതികൂലത്തെ നമ്മൾ പേടിക്കില്ല, ഒരു പ്രതിബന്ധത്തെ പേടിക്കില്ല, ഒരു സാത്താനെ നമ്മൾ പേടിക്കില്ല, ഒരു ദുരാത്മാവിനെ നമ്മൾ പേടിക്കില്ല. കാരണം നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ആ അളവ് ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഇതിനെല്ലാം നമുക്ക് പുറത്താക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും കേൾക്കണം. മടി കാണിക്കരുത്, മടുക്കരുത്. വീണ്ടും വീണ്ടും ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതിലൂടെ വിശ്വാസം ഉണ്ടാകുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് നമുക്കും പ്രായോഗികമാക്കാം. മർക്കോസിന്റെ സുവിശേഷം 9:24 വാക്യം ആദ്യം നമുക്ക് വായിക്കാം. രണ്ടാമത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് നാം എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ പോർഷനിലൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഒരപ്പൻ ഭൂതബാധിതനായ തൻ്റെ മകനെയും കൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വരികയാണ്. എങ്ങനെയുള്ളൊരു ആത്മാവിനെയാണ് ഈ ബാലന്റെ മേൽ കൂടിയിരിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, ഊമനായുള്ള ആത്മാവ്. ഈ ആത്മാവ് കയറിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വെള്ളവും തീയൊക്കെ കണ്ടാൽ ഈ ആത്മാവ് ആ വ്യക്തിയെ പിടിച്ച് തള്ളിയിടും. അവിടെ എഴുതിയിട്ടുണ്ട്, പല്ല് കടിച്ച് അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ഈ അപസ്മാര രോഗം, ഭയങ്കര അപസ്മാര രോഗികളെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ മതി, തീ കണ്ടാൽ മതി, വെള്ളം കണ്ടാൽ മതി, മഴ പെയ്താൽ മതി, ഇവരങ്ങ് താഴെ വീണ് നുരയും പതയും വായിൽ നിന്ന് വന്ന് കൈകാലിട്ടടിച്ച് ഭയങ്കര നമ്മൾ പേടിച്ചു പോവും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? വല്ല താക്കോലോ ഇരുമ്പോ കൊണ്ടുപോയി കൊടുക്കും. താക്കോലും ഇരുമ്പൊന്നും കൊടുത്തുകൊണ്ടൊന്നും അല്ലത് മാറുന്നത്, പുള്ളിക്കൊരു പിടി കിട്ടാൻ വേണ്ടിയാണ്. സത്യത്തിൽ അതെന്താണെന്നറിയാമോ? അത് ഊമനായ ആത്മാവ് ബാധിച്ചിട്ടാണ്. അതാണ് അപസ്മാര രോഗം, ചന്ദ്രരോഗം. ആ ആത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് വെള്ളം കണ്ടാലും തീ കണ്ടാലും അപകടം കണ്ടാലും മഴ പെയ്താലും എവിടെയും തള്ളിയിടും. ഭയങ്കരമായൊരു ദുസ്ഥിതി. ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചേ. എന്തൊരു ഭാരത്തിലൂടെ ആയിരിക്കും ആ കുടുംബം പോകുന്നത്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ യേശു പറയാൻ, നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ സൗഖ്യം തരാം. യേശു വാഗ്ദത്തം ചെയ്യുകയാണ്. യേശു പറഞ്ഞതുപോലെ കൊണ്ടുവന്നു. യേശുവിനോട് ചോദിക്കുകയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. അപ്പൊ അയാൾക്ക് ഉറപ്പില്ല. യേശുവിന് അത്ര വലിയ കഴിവൊന്നുമില്ലെന്നാണ് അയാൾ വിചാരിച്ചത്. ഉടനെ യേശു മറുപടി കൊടുത്തു. യേശു അവനോടോ,
നിന്നാൽ കഴിയും എങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. യേശു മറുപടി കൊടുത്തു. ഇന്ന് നമുക്ക് മറുപടി തരുന്നു. നമ്മുടെ പല പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്ക് ഇപ്പോഴും മറുപടി ലഭിക്കാതെ ഭാരത്തോടുകൂടെ, വിഷമത്തോടുകൂടെ, വളരെ സങ്കടത്തോടുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന പലരും എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല, അവിശ്വസിക്കേണ്ട ആവശ്യമില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് കഴിയും. കർത്താവിന് കഴിയാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. യേശുവിന് കഴിയാത്തതൊന്നുമില്ല. എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊള്ളൂ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റി തരുവാൻ ആ ശക്തനായി യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ചേറ്റെടുക്കുക, വിശ്വസിച്ചേറ്റെടുക്കുക. യേശു അതാ പറഞ്ഞത്, നിന്നാൽ കഴിയുമെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നിങ്ങൾക്കാണ് അവിശ്വാസം. നിങ്ങളാണ് മനുഷ്യരെ, നിങ്ങളാണ് സംശയിക്കുന്നത്, നിങ്ങളാണ് അവിശ്വസിക്കുന്നത്, നിങ്ങളാണ് പിറുപിറുക്കുന്നത്, നിങ്ങളാണ് പലപ്പോഴും ദൈവത്തിന് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോകുന്നത്. പക്ഷെ ദൈവം ദൈവമാണ്, ഞാനാകുന്നവൻ ഞാനാണ്. യേശു ക്രിസ്തുവിന് കഴിയാത്തതൊന്നുമില്ല. അവൻ വിശ്വസിക്കുന്നവനാണ്. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇങ്ങനൊരു ഉത്തരം യേശുവിൽ നിന്നും വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഈ പിതാവിന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഒരു മറുപടി ഇവിടെ പറയുന്നുണ്ട്. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, അവൻ സമ്മതിക്കുകയാണ്, അവൻ നിലവിളിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ശരിക്കും അതെ, എനിക്ക് അവിശ്വാസമാണ് ഉള്ളത്. എൻ്റെ അവിശ്വാസത്തെ ഒന്ന് മാറ്റി എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്കൊരു അവിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് പലതും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഈ ബാലകന്റെ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനെ നിരന്തരമായി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ ഹൃദയത്തിൽ അവിശ്വാസങ്ങളും മാറി, സംശയങ്ങൾ മാറി, അസ്വസ്ഥതകൾ മാറി, പ്രതിബന്ധങ്ങൾ മാറി, കണ്ണും പൂട്ടി വിശ്വസിക്കുവാനുള്ള, മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിന്റെ ഉടമയായിട്ട് നമ്മൾ മാറും. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ നല്ല വിശ്വാസമുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു ദുരാത്മാവിന് നമ്മുടെ അടുക്കാൻ പറ്റില്ല. നമ്മളെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിന്റെ അടുക്കലേക്ക് വരാൻ പറ്റില്ല. കാരണം നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിനെ അടുക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. യാക്കോബിന്റെ പുസ്തകം 2:17 വാക്യം നമുക്ക് വായിക്കാം. പ്രവർത്തിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവം പറയുന്ന വാക്കുകൾ അനുസരിക്കുക. നമ്മളൊരു കാര്യം പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലെന്തുണ്ടായിരിക്കണം? എന്തുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഒരിക്കൽ കൽദയ ഊരിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടന്നിരുന്ന അബ്രാമും തൻ്റെ കുടുംബവും ഒരു ദിവസം തേജോമയനായ ദൈവം അബ്രാമിന് പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് അവനോട് പറയാണ്, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് പിരിഞ്ഞ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. നമ്മളോടാണ് പറഞ്ഞെങ്കിലോ? എന്നോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, താജു മോനെ, നീ നിന്റെ ഭാര്യയെയും മക്കളെയും പാഴ്സനേജിനെയും വണ്ടി എല്ലാം വിട്ട് ഞാൻ നിന്നെ സ്ഥലം പറയുന്നില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പോകോ? നമ്മൾ ആരെങ്കിലും പോകോ? ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് 100 കണക്കിന് ചോദ്യമാണ്. അതെന്ത് വർത്താനമാണ് കർത്താവ് പറയുന്നത്? എൻ്റെ കുടുംബത്തെ വിട്ടുപോകാനോ, മക്കളെ വിട്ടുപോകാനോ, എൻ്റെ വീട് വിട്ടുപോകാനോ? എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്? നമ്മൾ പല പല ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ പോകാതിരിക്കും. പക്ഷെ അബ്രാം പോയി. അദ്ദേഹം പോയത് കൊണ്ട് വിശ്വാസികളുടെ പിതാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇനി അബ്രാമിനോട് പറഞ്ഞിട്ട് അബ്രാം പോയില്ലെങ്കിൽ കർത്താവിന് വല്ല പ്രശ്നമുണ്ടോ? കർത്താവിന് ഒരു പ്രശ്നവുമില്ല. കർത്താവ് വേറൊരുത്തനെ ലോത്തിനെ വിളിക്കും. ലോത്തെ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ അവനൊന്ന് സമ്മതിച്ചില്ലെങ്കിൽ വേറൊരുത്തനെ വിളിക്കും. പുതിയ നിയമത്തിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. യേശുവിന്റെ അമ്മ പറഞ്ഞു, വീഞ്ഞൊന്നുമില്ല. ശുശ്രൂഷക്കാരുടെ അമ്മ പറഞ്ഞു, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോട്ടാ. ഉടനെ യേശു ആ കാനാവിലെ കല്യാണ വീട്ടിലുള്ള ആ ശുശ്രൂഷക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറക്കാൻ പറഞ്ഞു. അതുവരെ യേശു ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ യേശു പറയാണ് കൽപാത്രങ്ങളിൽ വെള്ളം നിറക്കാൻ. മുന്തിരിത്തോട്ടത്തിൽ പോയി കുറെ മുന്തിരിങ്ങ അറുത്ത് കൊണ്ടുവരാനൊന്നുമല്ല പറയുന്നത്, വെള്ളം നിറക്കാൻ. നമ്മളാണ് ഈ ചെയ്യോ? ഞാനും നിങ്ങൾ ചെയ്യോ? നമ്മൾ ഒരിക്കലും ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷെ ഈ ശുശ്രൂഷക്കാർ, ഈ പണിക്കാർ അവരത് ചെയ്തു. 6 കൽപാത്രങ്ങളിൽ കഷ്ടപ്പെട്ടവർ വെള്ളം നിറച്ചു. വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യേശു പറയാണ്, ഇപ്പോൾ കോരി കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ കൊടുക്കോ? വെള്ളം കൊടുത്താൽ അടി ഉറപ്പൻ. പക്ഷെ ഇവരനുസരിച്ചു. യേശു പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും ആ ശുശ്രൂഷക്കാർ ശിരസ്സ വഹിച്ച് അനുസരിച്ചു. എവിടെയാണ് അത്ഭുതമുണ്ടായത്? എവിടെയാണ് പച്ചവെള്ളം വീഞ്ഞായി മാറിയത്? എവിടെയാണ് ദുഃഖം മാറി സന്തോഷമായത്? ആ കുടുംബത്തിന്റെ മാനക്കാട് മാറിയത് എപ്പോഴാണ്? എവിടെ വെച്ചാണ്? ആ ശുശ്രൂഷക്കാർ അവർ വിശ്വാസത്തോടെ പ്രവർത്തിച്ചു, വിശ്വാസത്തോടെ അനുസരിച്ചു, വിശ്വാസത്തോടെ യേശു പറഞ്ഞ വാക്കുകൾ അവർ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെ, ദൈവവചനം അനുസരിക്കുന്നതിലൂടെ, അപ്ലൈ ചെയ്യുന്നതിലൂടെ, പ്രായോഗികമാക്കുന്നതിലൂടെ എന്ത് നമുക്കുണ്ടാകും? വിശ്വാസം നമുക്കുണ്ടാകും. വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരും. അപ്പോൾ ഈ ശുശ്രൂഷക്കാർ അവർ ദൈവവചനം അനുസരിച്ചതിലൂടെ, പ്രവർത്തിച്ചതിലൂടെ അവർക്ക് വിശ്വാസമുണ്ടായി. അവർക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ യേശു പറഞ്ഞതെല്ലാം അനുസരിച്ചത്. അപ്പോൾ ആ വിശ്വാസത്തിലൂടെ, അവർ വിശ്വാസത്തോടുകൂടെ യേശു പറഞ്ഞ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആ കൽപാത്രത്തിൽ നിന്നും എടുത്ത്
വിരുന്നുവാഴിക്ക് അവർ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ പോകുന്ന പോക്കിൽ എന്ത് സംഭവിച്ചു? ആ പച്ചവെള്ളം അത്ഭുതകരമായ വീഞ്ഞായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏറ്റെടുക്കൂ. നിങ്ങൾ വചനത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ അഭിഷേകത്തോടെ, വിശ്വാസത്തോടെ പറയട്ടെ, നിങ്ങളുടെ പച്ചവെള്ളവും വീഞ്ഞായി മാറും. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സങ്കടം സന്തോഷമായി മാറും. നിങ്ങളുടെ രോഗം മാറി അവിടെ ആരോഗ്യമുണ്ടാകും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തെ പ്രായോഗികമാക്കണം, അനുസരിക്കണം. എങ്കിലാണ് വിശ്വാസം വളരുകയുള്ളൂ. 2 കാര്യങ്ങൾ കൂടിയുണ്ട്, നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 13:7 വാക്യം ഒന്ന് വായിക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരാനുള്ള 4ാമത്തെ മാർഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. നമ്മളെ നടത്തിയ ആ ദൈവദാസന്മാരുടെ വിശ്വാസത്തെ, ജീവിത അവസാനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കുന്നവരായിരിക്കണം. ഇന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ സുവിശേഷത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അത് വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും നമ്മൾ അറിയാതെ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേക വളർച്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നമ്മളതെല്ലാം ഓർക്കണം. അതാണ് ഓർക്കാൻ പറഞ്ഞത്. അവരുടെ ജീവിത അനുഭവങ്ങൾ ഓർക്കണം. മറ്റു ദൈവമക്കളുടെ ജീവിത അനുഭവങ്ങൾ ഓർക്കണം. രോഗത്തിൽ നിന്നും പലരും സൗഖ്യമായ സംഭവങ്ങൾ നമ്മൾ അനുഭവ സാക്ഷ്യത്തിലൂടെ കേട്ടിട്ടുണ്ട്. അത് നമ്മളിന്ന് ചിന്തിക്കണം. നമ്മൾ പലവട്ടം ഇന്ന ആൾക്ക് സൗഖ്യം കർത്താവ് കൊടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കും സൗഖ്യമാകുവാനുള്ള, വിടുതൽ പ്രാപിക്കുവാനുള്ള ഒരചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ആ സംഭവങ്ങളിലൂടെ ദൈവം തരും. അനുഭവങ്ങളും അത്ഭുതങ്ങളും ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? വിശ്വാസമുണ്ടാകും. ദൃശ്യവാക്യങ്ങൾ 27:17 വാക്യം കൂടി നമുക്ക് വായിക്കാം. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഒരാളെ നെഗറ്റീവ് ആക്കുവാൻ, ഒരാളെ തളർത്തിക്കളയാൻ, ഒരാളെ നിരാശയിലാക്കുവാൻ നമ്മൾ ആളെ തള്ളിയിടേണ്ട ആവശ്യമൊന്നുമില്ല. നെഗറ്റീവായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ചില നല്ല കഴിവുകൾ ഒരാൾക്കുണ്ട്. പക്ഷെ നമ്മൾ അയാളോട് പറയാണ്, എടാ നിനക്ക് പാടാനൊന്നും കഴിവില്ല, എടാ നീ പാടിയ ജയിക്കാനൊന്നും പോകുന്നില്ല, പോയിട്ടൊരു പ്രയോജനമില്ല, നീ തോറ്റ് തുന്നം പാടി തൊപ്പിയിട്ട് നീ വരും. പക്ഷെ ആ വ്യക്തിക്ക് നല്ല കഴിവുണ്ട്. ഇങ്ങനെ ചില വാക്കുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾക്ക് നന്നായി പാടാൻ കഴിവുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇയാൾ തളർന്നു പോകും. ഉള്ള കഴിവൊക്കെ നഷ്ടപ്പെടും. പാടുമ്പോൾ വെള്ളി വീഴും, സ്വരസ്ഥാനങ്ങൾ മാറും. കാരണം അവൻ കേട്ടത് എന്താണ്? നിരാശപ്പെടുത്തുന്ന നെഗറ്റീവായ വാക്കുകൾ അവൻ കേട്ടു. അതുകൊണ്ട് അവൻ തളർന്നു പോയത്. എന്നാൽ നേരെ മറിച്ച് പാടാൻ വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും നമ്മൾ പറയാണ്, എടാ നീ നന്നായി പാടോട്ടാ, നീ നന്നായിട്ട് പെർഫോം ചെയ്യണം, നീ പോയി പാട്, നിനക്ക് ഫസ്റ്റ് കിട്ടും, നിന്റെ പാട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നന്നായി പാടുന്ന ആളാണ്. ഓട്ടോമാറ്റിക്കലി ഇവനൊരു ആവേശം ഉണ്ടാവുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പാടിയിട്ടേ കാര്യം. അവൻ പോയി പാടും, അവൻ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുവരും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു,
മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ മോട്ടിവേഷണൽ സ്പീച്ചസ് കൊണ്ടും ഒരു വിശ്വാസമില്ലാത്തവനും വിശ്വാസമുള്ളവനാക്കി നമുക്ക് മാറ്റിയെടുക്കുവാനായി കഴിയും. അവനെ കഴിവുള്ളവനാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്ന പോലെ, മനുഷ്യന് മൂർച്ച കൂട്ടുന്ന പോലെ തളർന്നു കിടക്കുന്നവരെ, അവിശ്വാസത്തിൽ കിടക്കുന്നവരെ, സംശയിച്ചു നിൽക്കുന്നവരെ, നിരാശയിൽ കിടക്കുന്നവരെ, ഒരു പ്രതീക്ഷയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ പ്രയാസത്തോടെ കഴിയുന്ന ആളുകളെ നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മൾ അവരെ മൂർച്ച കൂട്ടുന്നവരായിരിക്കണം. അവരുടെ വിശ്വാസം ഇപ്പോൾ കുറവായിരിക്കും, പക്ഷേ നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സാമീപ്യവും കൊണ്ട് അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പോൾ അവനൊരു നല്ല വിശ്വാസിയായി തീരും. പലതും അവൻ പ്രാപിക്കും. അവന്റെ പ്രാർത്ഥന വർദ്ധിക്കും, അവന്റെ ആരാധന വർദ്ധിക്കും, അവന്റെ വിശ്വാസം വർദ്ധിക്കും. അവൻ നല്ലൊരു വിശ്വാസിയായി മാറും. നമ്മുടെ ഉള്ളിലുള്ള ദൈവം തന്ന വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. ആ വർദ്ധിപ്പിച്ചെടുക്കുവാൻ 5 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചത്. എന്താണത്? 1, ദൈവത്തിന്റെ വചനത്തിന്റെ വീണ്ടുമുള്ള കേൾവിയിലൂടെ നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിച്ചു വരും. 2, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്ക് അവിശ്വാസം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് തരും. 3, ദൈവത്തിന്റെ വചനങ്ങൾ, പ്രസംഗത്തിലൂടെ, ദൂതിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്ന വചനങ്ങളെ ശിരസ വഹിച്ച് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. 4-മത്തെ കാര്യം, നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ, അവർ വിശ്വാസത്താൽ ജീവിച്ച കാര്യങ്ങളുടെ അനുഭവങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടാകും. 5-മത്തെ കാര്യം, നമ്മുടെ വാക്കുകളിലൂടെ, ഇടപാടുകളിലൂടെ അവിശ്വാസത്തിൽ കിടക്കുന്ന ആളുകളെ ശക്തീകരിച്ച് താങ്ങി എഴുന്നേൽപ്പിച്ച് അവർ നല്ല വിശ്വാസികളാക്കി, മൂർച്ചയുള്ള ആളുകളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. ഇങ്ങനെ 5 കൂട്ടം കാര്യങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് നമുക്ക് പ്രായോഗികമാക്കാം, ഇത് നമുക്ക് ഏറ്റെടുക്കാം. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.